എന്നിട്ടിപ്പം ഇങ്ങനെ അവൻ ഈ തട്ടിപ്പുറത്ത് മുങ്ങിയപ്പോൾ ഒരൊറ്റ പത്രക്കാരൻ വന്ന് കമാൻഡർ രക്ഷ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ചോദിച്ചിട്ടില്ല. ഒരൊറ്റ മുഖ്യധാര പത്രങ്ങളും ചോദിച്ചിട്ടില്ല. ഒരാൾ ബന്ധപ്പെട്ടിട്ടുമില്ല. മറുനാടനാണ് ആദ്യമായിട്ട് ഈ കേസ് കുത്തിപ്പോയി കൊണ്ടുവന്ന് ഞാൻ കള്ളനാണെന്നുള്ള വിവരം വെളിയിൽ അറിയിക്കുന്നത്. ബാക്കി ആരും പറഞ്ഞിട്ടില്ല. പെട്ടുപോയതാണ്, പെടുത്തിയതാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ പേരുകൾ വെച്ചിട്ട് ഇവൻ മനഃപൂർവ്വം ആളുകളെ ചതിക്കുകയാണ് ചെയ്തത്. ഇവൻ 99 അള്ളാഹുവിൻ്റെ നാമങ്ങളുള്ള 99 നാമത്തിലാണ് ഇവൻ ഷോപ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഇവൻ ആൾക്കാർ മനഃപൂർവ്വം വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇവൻ പണ്ടും പല രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവൻ്റെ വാപ്പ ചാലക്കമ്പളത്തിൽ തുണിക്കടയുണ്ടായിരുന്നു. ആ ചാലക്കമ്പളത്തിൽ തുണിക്കടയിൽ അന്ന് ഇവൻ്റെ കൊള്ളരായ്മ ഉണ്ട്. ഇവൻ്റെ വാപ്പ ഇവനെ ആ കടയിൽ നിന്ന് അടിച്ചിറക്കി ഓടിച്ചു വിട്ടു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണ്. അവൻ ഇവിടെ നിന്ന് എങ്ങനെയോ ദുബായി പോയി അവിടെ എന്തൊക്കെ ഫ്രോഡ് പണികൾ ചെയ്ത് അവൻ ഏതോ ഒരു സ്വർണ്ണക്കടയിലും കൊണ്ട് കയറി നിന്ന് അവിടെ നിന്ന് കുറച്ച് സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ ഇവിടെ വന്നാണ് ഈ സ്വർണ്ണ തട്ടിപ്പ് തുടങ്ങിയത്. അവൻ തട്ടിക്കാനായിട്ട് തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്, അല്ലാതെ ഒന്നുമില്ല. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഫ്രണ്ട് പേജിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് മനോരമയൊക്കെ പരസ്യം ചെയ്തിരുന്നു. പരസ്യം ചെയ്തിരുന്നു. ഈ പരസ്യം കണ്ടപ്പോഴത്തേക്കും ആൾക്കാർ അവൻ്റെ കട ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രിയാണ് ഒരു ഷോപ്പ്. അതൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഈ പാവപ്പെട്ടവരെല്ലാം പെട്ടുപോയത്. മനോരമയിൽ ഫുൾ പേജ് പരസ്യം ഉണ്ടായിരുന്നു. അൽകുതാദിറിൻ്റെ മനോരമ, മാതൃഭൂമി, അങ്ങനെയുള്ള പല പേപ്പർ മുൻ പത്രങ്ങളിലെല്ലാം പരസ്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പം ഇങ്ങനെ അവൻ ഈ തട്ടിപ്പുറത്ത് മുങ്ങിയപ്പോൾ ഒരൊറ്റ പത്രക്കാരൻ വന്ന് കമാൻഡർ രക്ഷ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ചോദിച്ചിട്ടില്ല. ഒരൊറ്റ മുഖ്യധാര പത്രങ്ങളും ചോദിച്ചിട്ടില്ല. ഒരാൾ ബന്ധപ്പെട്ടിട്ടുമില്ല. ഇവിടെ ചെറിയ ചെറിയ ചാനലുകൾ മാത്രമാണ് ഇതിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു ചെയ്യുന്നത്. മറുനാടനാണ് ആദ്യമായിട്ട് ഈ കേസ് കുത്തിപ്പോയി കൊണ്ടുവന്ന് ഞാൻ കള്ളനാണെന്നുള്ള വിവരം വെളിയിൽ അറിയിക്കുന്നത്. ബാക്കി ആരും പറഞ്ഞിട്ടില്ല.